ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓവറോൾ എനർജി 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കിയപ്പോൾ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് പല ചിന്തകളും മാറ്റിവെച്ചിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്. കാരണം ചുറ്റിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വരാം. അല്ലെങ്കിൽ ആളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാവാം. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ അതൊന്നുമല്ല ചിന്തിക്കുന്നത്, നിങ്ങളെ മാത്രമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഈ ഒരു സമയത്ത് ഒരു നിങ്ങൾ തമ്മിൽ ഒരു അകന്ന ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. കാരണം അകന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഡെത്തായോ ഒരു എൻഡായ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ആയിരിക്കാം ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് ആദ്യം കിട്ടിയതും 7 ഓഫ് കപ്സിൻ്റെ എനർജി ഇപ്പോൾ വന്നിരിക്കുന്നതും അതേ കാർഡ് തന്നെയാണ്. ആളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതൊന്നും ആൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഒരു കാര്യവും ആളുടെ ഇപ്പോഴത്തെ ചില സാഹചര്യത്തിൽ ആൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് ചെയ്തു തീർക്കാൻ, ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഈ വ്യക്തി എന്നാണ് കാണുന്നത്. പക്ഷെ അതൊന്നുമല്ല ആളുടെ മനസ്സിലുള്ള ആൾ സദാസമയം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതലായിട്ട് കാണുന്നത്. സൺകാർഡാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളെ നേടിയെടുക്കണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം. പൂർവാധികം ശക്തിയോടെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആ ഒരു വ്യക്തി നോക്കുന്നത് ഈ ഒരു സമയത്ത്. ഇവിടെ ബാലൻസ് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു ബാലൻസിലേക്ക് ഈ ഒരു ബന്ധം കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തന്നെയാണ് ഡെത്ത് കാർഡാന്ന് വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് നടന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയതായിട്ട് കാണുന്നുണ്ട്. ഒരു വേദനാജനകമായ അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ഭയങ്കര നിരാശ, കുറ്റബോധം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക്. പക്ഷെ അവരെടുത്ത തീരുമാനം ഇനിയൊരു മാറ്റമില്ല കേട്ടോ, മാറ്റമില്ലാത്തൊരു തീരുമാനമാണ്. ആ ഒരു തീരുമാനത്തിൽ ആ ഒരു വ്യക്തി ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾക്കിടയിൽ ഈഗോ ഉള്ള വ്യക്തിയാണെന്നുള്ളത് കാണുന്നുണ്ട്. നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്, കടുംപിടുത്തം ദേഷ്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അതൊക്കെ മാറ്റിവെച്ചതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. കാരണം നിങ്ങളെ നേടിയെടുക്കണം, നിങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകണം എന്നാണ് അവരുടെ ഉദ്ദേശം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് 4 ഓഫ് ഷോർട്സ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സദാസമയം നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത കാരണം ആൾക്ക് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തിനേയും നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് സാഹചര്യം അവർക്ക് മുമ്പിലുണ്ടെങ്കിലും അതിനെയൊക്കെ നേരിടാനാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത്. അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. കാരണം അവരുടെ മനസ്സിൽ ഒറ്റൊരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്, അത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളതാണ് കാണുന്നത്. വേൾഡാണ്
അവരുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഫാമിലി പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയിൽ ഈ ഒരു വ്യക്തിക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലെ ഒരു സമയത്ത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിക്ക്. അപ്പോൾ അതിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ബന്ധം തന്നെ ഇപ്പോൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ഇത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്കിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ ഈ വ്യക്തി കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നല്ല രീതിയിൽ ഈ വ്യക്തി എന്ന് പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിലേക്ക് പെട്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട് നിലവിൽ. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് മാറ്റം ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റം ഇവിടെ കണ്ടോ, വീലർ ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റം അതിനുശേഷം വന്നിരിക്കുന്നതാണ്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് ഈ ഒരു സമയത്ത് അവരെടുത്ത തീരുമാനത്തിന് ഒരു ഇതില്ല. കാരണം അവർ ഉറച്ച തീരുമാനമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വ്യക്തി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തന്നെ വരും കേട്ടോ, തിരിച്ചു വരും. അതാണ് കാണുന്നത്. നമുക്ക് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്. മലപ്പുറം, കൊല്ലം, ജൂലൈ 16. ലെറ്റർ പി വന്നിട്ടുണ്ട്. മാരേജ്, രോഹിണി എല്ലാമാണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളർ, ഡിസംബർ മാസം, ജനുവരി, ഭരണി നക്ഷത്രം, പാലക്കാട്, ബ്യൂട്ടീഷ്യൻ. ലെറ്റർ ഒ ആണ്, ലോയർ ആയിരിക്കാം. മകം നക്ഷത്രം. ക്യൂ ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ ക്യൂ. ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഇടുക്കി നക്ഷത്രം, കാസർഗോഡ്, റെഡ് കളർ, പൂയം നക്ഷത്രം. സോഷ്യൽ വർക്കർ ആയിരിക്കാം, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ഫെബ്രുവരി, ഗൾഫ് രാജ്യം. മെയ് മാസം, ഏപ്രിൽ 18, 29, 31, 49, 36, 15. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്